നമ്മൾ എത്തിയിരിക്കുന്ന പന്നിയങ്കര വടക്കഞ്ചേരി പന്നിയങ്കര ശോഭ അക്കാദമി. നമ്മുടെ PNC മേനോൻ എന്ന് പറയുന്ന പ്രശസ്തനായ ബിൽഡറും അതുപോലെ ധർമ്മിഷനും ഒക്കെ ആയ അദ്ദേഹത്തിന്റെ സ്ഥാപനമാണ്. ആഷ്മിയുടെ വന്നിട്ടില്ലല്ലോ? ഞാനിവിടെ വന്നിട്ടുണ്ട്. കൃഷ്ണയുടെ വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. ഇവിടെ നമ്മുടെ സ്വന്തം കുട്ടി സാറുണ്ട്. കുട്ടി സാർ ഇവിടെ എവിടെയെങ്കിലും കാണും. അപ്പൊ ഓക്കെ, അപ്പൊ സന്തോഷം ഇവിടെ വരാൻ പറ്റിയതിൽ. ടീച്ചറെ സന്തോഷം. ഓക്കെ, താങ്ക് യു. ഓക്കെ ഓക്കെ, ടീച്ചറാണോ? അങ്ങനെയാ ജോലി അല്ലേ? ഓക്കെ, ആഷ്മിക്ക് ഞാൻ ഒരെണ്ണം തരാം. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ താങ്ക്സ്. എനിക്ക് കിട്ടിയല്ലോ. ഓക്കെ, ആഷ്മി കിട്ടിയില്ലേ പിന്നെ ഒരു സങ്കടമാവുമല്ലേ? മക്കളെ സുഖല്ലേ? എല്ലാവർക്കും സുഖല്ലേ? ജീവിതമാകണം ലഹരി, ജീവിത വിജയമാകണം ലക്ഷ്യം. ആഷ്മി ഇതൊക്കെ വായിച്ച് പഠിച്ചോണോ? മരിക്കാതിരിക്കട്ടെ. സൂപ്പറായി മോനെ, അത് പൊളിച്ചു. ഓക്കെ മക്കളെ സുഖല്ലേ? സ്കൂളൊക്കെ എങ്ങനെ പോന്നു? ഓക്കെ, ഹായ് മക്കളെ. ഓ, നിങ്ങൾ ഒരു എനർജി ഇല്ലല്ലോ. ഹായ്. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ എനർജി ഉണ്ടല്ലേ. മോളുടെ പേരെന്താ? മോന്റെ പേരെയോ? വൈകാതെ നമ്മൾ കാണും കേട്ടോ. ഓക്കെ, മോളെ എന്താ പേര്? നന്ദിനി. നന്ദിനി കുട്ടി. പേരെന്താ? മിത്ര. മോളുടെ പേരോ? അഭിരാമി. മോളുടെ പേര്? ശ്രീവത്ന. അപ്പൊ എല്ലാരും ഉണ്ടല്ലോ. ഓക്കെ, ആ മക്കളെ, ഞാൻ നിങ്ങളുടെ എല്ലാം പടം ഒന്ന് കാണിക്കാൻ പോവാ. നല്ല എല്ലാവരും ചിരിച്ച് നല്ല സൂപ്പറായിട്ട് നിൽക്കണേ. എല്ലാവരെയും പടം ഇപ്പൊ കാണുന്നുണ്ട്. വളരെ വേഗം ഞാൻ നടക്കും. ഓക്കെ 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 ഓക്കെ, ചിരിക്കടോ. ഓക്കെ, എല്ലാവരും എല്ലാവരും ചിരിച്ചോണ്ട് നിൽക്കണം. നല്ല നല്ല ഐശ്വര്യമുള്ള കുട്ടികളല്ലേ? ഐശ്വര്യമുള്ളവരല്ലേ? ഓക്കെ മക്കളെ, ഓക്കെ അല്ലേ? റെഡി. അപ്പൊ എല്ലാവരും വേഗം ആയിക്കോട്ടെ. നമ്മുടെ മക്കളെ റെഡിയല്ലേ? റെഡിയല്ലേടാ കൂട്ടാ? നിനക്ക് ഇരിക്കട്ടെ, ഇത് വെച്ചോ. ഓക്കെ ഓക്കെ മക്കളെ, റെഡിയല്ലേ? അപ്പോൾ സന്തോഷം. ടീച്ചർമാരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടു. നിങ്ങൾ സ്റ്റാഫ് ആയിരിക്കും അല്ലേ? ഓക്കെ മക്കളെ, ഓക്കെ അല്ലേ? ഓക്കെ. ടീച്ചറെ വിശേഷം എന്താ? നല്ല വിശേഷം. എന്താ പേര്? ലിൻസി. വീട് എവിടെയാ ലിൻസി ടീച്ചറെ? പട്ടിക്കാട്. ഓക്കെ, നമസ്കാരം. നിങ്ങളെ കാണാൻ പറ്റിയ സന്തോഷം. നമ്മൾ ഒരു ഇടവേളക്ക് മോർണിംഗ് കേരളമയാണ്. ഓ സന്തോഷം. നമ്മുടെ പഴയൊരു കേസാ. ഓക്കെ, താങ്ക് യു. അപ്പൊ എല്ലാരെയും കണ്ടു, സന്തോഷം. മോർണിംഗ് ടീച്ചറെ. കേരളോർമയാണോ? ഇത് മൊത്തം കേരളോർമ ഉള്ളു ഇപ്പൊ ഇവിടെ. ഓക്കെ ഓക്കെ, അപ്പൊ കേരളോർമ കോളേജ് അറിയാമോ നിങ്ങൾക്ക്? കേരളോർമ കോളേജ് അറിയില്ലേ? താങ്ക്സ് മീറ്റിംഗ്. താങ്ക് യു. അപ്പൊ എല്ലാവരെയും നമ്മൾ കണ്ടു. എല്ലാവരുടെയും മുഖമൊക്കെ നമ്മൾ ലൈവിൽ കാണിച്ചു. ലൈവായിട്ട് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുക. വീട്ടിൽ ഇരുന്നിപ്പോ നിങ്ങളുടെ ആൾക്കാർ, നിങ്ങളുടെ ബന്ധുക്കളൊക്കെ ഞെട്ടിക്കാണും കേട്ടോ മോനെ. ഞെട്ടിക്കാണോ അവര്? അവര് ഒന്നുകൂടെ ഞെട്ടും അവര്. ഓക്കെ, റെഡി. അപ്പൊ നമുക്ക് ഇനി ടീച്ചേഴ്സിന്റെ അടുത്തേക്ക് പോകാം. അപ്പൊ ഈ സ്കൂളിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാലേ, ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നുന്നു ഒരു സ്വകാര്യമാണ്. ഈ PNC മേനോൻ എന്ന് പറയുന്ന ആൾ ഇവിടെ ജനിച്ചതുകൊണ്ട് ഈ നാട്ടുകാർ രക്ഷപ്പെട്ടു. കാരണം ഇവിടെ ഫീസില്ല, അറിയാലോ. ഇവിടെ ഫീസും ഇല്ല. ഇവിടെ ആശുപത്രി എല്ലാ സംവിധാനവും ഉണ്ട്. നമ്മുടെ പ്രിൻസിപ്പൽ എവിടെ? പ്രിൻസിപ്പല് മാം. അപ്പൊ ഞാൻ കഴിഞ്ഞോണ വരുന്നതിനേക്കാളും ടീച്ചേഴ്സിന്റെ എണ്ണം കൂടിയല്ലോ ഇവിടെ. സ്ട്രെങ്ത് കൂടിയോ? എത്ര കൂടി ടീച്ചറെ? ഇപ്പൊ എല്ലാവരും എത്ര സ്റ്റാഫ് സ്ട്രെങ്ത് ഉണ്ട്? 100+ അല്ലേ? ഹലോ, കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോഴേ ഇത്രയും ടീച്ചേഴ്സ് ഇവിടെ ഇല്ലായിരുന്നു. കുട്ടികൾ കുറഞ്ഞിട്ട് ടീച്ചേഴ്സ് കൂടിയാണോ? ടീച്ചേഴ്സ് കൂടിയിട്ട് കുട്ടികൾ കൂടിയാണോ? അല്ല സർ, ഞങ്ങള് കുട്ടികളും കൂടി ടീച്ചേഴ്സും കൂടി. അല്ലേ? പിന്നെ ഞങ്ങളുടെ റേഷ്യോ 1:13 ആണ്. 1:13. ഓ, 13 വരെയുള്ള ക്ലാസ്സിൽ 13 കുട്ടികൾക്ക് ഒരു ടീച്ചർ. ഓ, അത് ഗംഭീരമാണ്. കേരളത്തിൽ അങ്ങനെ ഒരു സ്കൂൾ ആദ്യമായിരിക്കും. ബാക്കിയെല്ലാം 1:40 അല്ലേ? ആണെന്ന് തോന്നുന്നു. ടീച്ചർ ഇവിടെ എത്ര കാലമായി? ഞാൻ ഇപ്പൊ കഴിഞ്ഞ ജൂണിലാണ് വന്നത്. ഇവിടുത്തെ സ്കൂളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഞാൻ പറഞ്ഞ ആളിൽ അറിയണ്ട, ഞാൻ പറയുമ്പോൾ തള്ളിയാന്ന് പറയുന്നത്. സാർ, എന്ത് പ്രത്യേകത പറയണമെങ്കിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരു 3 പറഞ്ഞാൽ ഒന്ന് വന്നിട്ട് വിമൻ എംപവർമെന്റ്. സോ വനിതകളെ ശാക്തീകരിക്കുക, അതൊന്ന്. പിന്നെ ഇനിയൊന്ന് വന്ന് ഫ്രീ എഡ്യൂക്കേഷൻ, ചാരിറ്റി, ത്രൂ ചാരിറ്റി. നോട്ട് ഓൺലി ഫ്രീ എഡ്യൂക്കേഷൻ, ഫീസ് ഒട്ടുമില്ല. ഹോസ്പിറ്റലൊക്കെ ഉണ്ട്. ഹോസ്പിറ്റലുണ്ട്. പിന്നെ ഓൾഡ് ഏജ് കുട്ടികൾക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റി ഉണ്ട്. പിന്നെ എല്ലാം ഫ്രീ. ക്യാൻറ്റീനിൽ എടുത്തു കൊടുക്കുന്ന കുട്ടികളാ. ഞാൻ കഴിച്ചോണ്ടാണ് അതൊന്ന് കഴിച്ചു. അതെയോ? ശരി, അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കുട്ടികൾ എന്നെ സപ്ലൈ ചെയ്യുന്നു. വിതരണ കുട്ടികൾ, ഉണ്ടാക്കുന്ന കുട്ടികൾ. ഇല്ല കുക്കാണ്. പക്ഷെ കുട്ടികൾ തന്നെ അവരുടെ ചില ചൈൽഡ് ലേബർ പിടിക്കും. കുറച്ച് അതായത് സീനിയർ കുട്ടികളൊക്കെ അവരുടെ പ്ലേറ്റ് തന്നെ അവരെന്നെ വാഷ് ചെയ്തൊക്കെ വെക്കും. ടീച്ചർ ഇവരോടൊക്കെ ലോഹിത് തന്നെയാണല്ലോ. എന്ന് കരുതുന്നു സാർ. ചോദിക്കണം. ഓക്കെ അല്ലേ?
അതെ അതെ ഓക്കെ. ഇവിടെ നിങ്ങളൊക്കെ ഇവിടെ ഉള്ളവർ തന്നെയാണോ അതോ ദൂരെ നിന്നൊക്കെ വന്ന ആൾക്കാരാണോ? ഇല്ല, ഞങ്ങള് ഇവരുടെ തന്നെ കഞ്ചനായ ശോഭ ഐക്കൻ HSS സർ വന്നിട്ടുണ്ട് അവിടേക്ക്. ഞാൻ വന്നിട്ടുണ്ട്. ഈ സ്കൂളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ഒരാൾ വണ്ടി കയറുമ്പോൾ പിടിച്ചെടുത്ത് ചോദിച്ചാൽ എന്താ പറയുക? Excellent students and teaching faculty. ടീച്ചറിന്റെ പേരെന്താ? ശ്വേത. തങ്കലിപികളിൽ രേഖപ്പെടുത്തും. ഓക്കെ ടീച്ചറെ, വിശേഷമൊന്നുമില്ലല്ലോ. ടീച്ചറെ ഏത് വിഷയം പഠിപ്പിക്കുന്നത്? ഇംഗ്ലീഷ്. ആഷ്മി കണ്ടായിരുന്നോ? ടീച്ചർക്ക് എന്താ പറയാനുണ്ടായിരുന്നില്ല ആഷ്മിയോട്? സുഖമായിട്ടിരിക്കുന്നു. ടീച്ചറോ? മലയാളം ടീച്ചറാണ്. ടീച്ചർക്ക് ഇന്നൊരു നല്ല ദിവസമാണെന്ന് ഞാൻ പറഞ്ഞാൽ തീർച്ചയായും. എന്തുകൊണ്ട്? സാറ് വെയിറ്റ് ചെയ്തിരിക്കുകയും. ഓക്കെ, അതുകൊണ്ട് ടീച്ചറെ ഇവിടെ താമസിക്കുന്നേ? ഞാൻ ഇവിടെ തന്നെയാണ്, YMQ. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടോ? ഇല്ല സർ, അതിനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. ഞാൻ നേരത്തെ ഇവിടെ വന്നു, 1-2 തവണ വന്നിട്ടുണ്ട്. ഞാൻ ജാനുവരിയിലാണ് ജോയിൻ ചെയ്തത്. ഓക്കെ. അത് അങ്ങയുടെ പേര്? റീന. ടീച്ചറാണോ? ഞാൻ ഇവിടെ സ്റ്റെം ഹെഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് ആ റിലേറ്റഡ് മേഖലയിൽ ഇവിടെ കുട്ടികൾക്ക് പരിശീലനം. കുറച്ചു കാലമായി ഇവിടെ ആയിട്ട്? 1 വർഷം ആവാറായി. അപ്പൊ ഈ കുട്ടികളുടെ കൂടെ സ്കൂൾ ഉണ്ടായിരുന്നു. അപ്പോ ആ കുട്ടികളോട് നമ്മൾ സ്കൂളിന്റെ കാര്യം ചോദിക്കാൻ പോവാണ്. മകളെ, സ്കൂൾ എങ്ങനെയുണ്ട്? അത് ഇവരെല്ലാം പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇവിടെ പഠിക്കാൻ ഇഷ്ടം മക്കളെ? നമ്മുടെ പേരെന്താ? അശ്വതി പറയൂ. എല്ലാരും ഒന്ന് കേക്കട്ടെ. അശ്വതി പറയാണ്. എന്തൊക്കെ ഫെസിലിറ്റി ആയിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ടത്? നല്ല ഭക്ഷണം കിട്ടുമോ? ഓക്കെ. അശ്വി ഇവിടെ ഓക്കെ. അപ്പോ അല്ല, കുട്ടിയല്ലല്ലോ. അയ്യോ, ടീച്ചറെ കണ്ടപ്പോ കുട്ടിയാണെന്ന്. ടീച്ചറെ ഇതിൽ കൂടുതൽ ഒരു കോംപ്ലിമെന്റ് കിട്ടാറുണ്ടോ ജീവിതത്തില്? എന്താ ടീച്ചറിന്റെ പേര്? ആദ്യമായിട്ട് ഞാൻ അവിടെ വന്നതിന് ശേഷം കുട്ടിയാണെന്ന് തോന്നിയ ടീച്ചറാ അല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പൊ മോനെ, ചെണ്ട കൊട്ടുവോ? തകർക്ക്, നീ തകർക്ക്. ഓക്കെ, നീ തകർത്ത്. മോന്റെ പേര് ഇവിടെ പറഞ്ഞേ? ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? ഇവിടെ 10 അല്ലേ? ഇപ്പൊ 10 കഴിഞ്ഞോ അതോ 10-ലായി? 10ആവോ? ഓക്കെ. അപ്പൊ സ്ഥിരം കമന്റ് സിംഗപ്പൂരിൽ ആശാവിയുടെ മകൾ മനീഷ്. ഓ, എന്റെ പൊന്നെ, മോളുടെ അമ്മയെ കൊണ്ട് ഞാൻ തോറ്റിരിക്കുക. കാര്യം അറിയാം, സിംഗപ്പൂരിൽ ഒരു ജോലി ഇല്ലാത്തല്ലോ എല്ലാ ദിവസവും 50 കമന്റ് അയക്കും കേട്ടോ. കാശ്മീർ ഓർമ്മയില്ലേ? അതായത് നമ്മുടെ മോർണിംഗ് ഷോയില് ഏറ്റവും കൂടുതൽ കമന്റ് അയക്കുന്ന ആശാവി സിംഗപ്പൂരിലെ പ്രസിഡന്റ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, മോളെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അമ്മ അവിടെ ഇരുന്ന് അമ്മ ഒരു 1.5 അമ്മ അല്ലേ? ഓക്കെ അല്ലേ? അമ്മക്ക് ഇതിന് ഇത്രയും സമയം കിട്ടുന്നത് എവിടെയാ നമ്മള്? അമ്മ 24-ലാണ്. അല്ല, ഞാൻ തന്നെ ജോലി രാവിലെ അമ്മയ്ക്ക് കൊടുത്താലും മോനോ? ഹസ്ബൻഡാണ്. കല്യാണം കഴിച്ചോ? അയ്യോ, ഞാൻ മോളെ വിളിച്ചപ്പോ ഞാൻ +2 പഠിക്കാന്ന് ചോദിച്ചായിരുന്നു. ഓക്കെ മോളെ, സന്തോഷം. അമ്മയോട് പറയാ. മോന്റെ പേരെന്താ? ജിഷ്ണു. സന്തോഷമായിട്ട് കഴിയുന്നുണ്ടല്ലോ? തീർച്ചയായും. സന്തോഷം ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ മോളെ, താങ്ക് യു. അപ്പൊ അമ്മ സിംഗപ്പൂർ അമ്മ. ഓക്കെ, റെഡി. അപ്പൊ നമുക്ക് ഞാൻ ഈ 2 മൈക്ക് പിടിക്കേണ്ട കാര്യമുണ്ടോ? ഒറ്റ മൈക്ക്, ഒരു മൈക്ക് ആഷ്മിയുടെ ആയിരിക്കണം. ആഷ്മി മൈക്ക് പിടുത്തത്തിൽ എക്സ്പെർട്ട് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണല്ലോ. ഓക്കെ, കുട്ടികളോട് നമുക്ക് പറയണം. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, പ്രിയമുള്ള ടീച്ചേഴ്സ്, പ്രിയമുള്ള പ്രിൻസിപ്പൽ, അതുപോലെ ദൂരെ എവിടെയോ നിന്ന് നമ്മളെ കാണാൻ സാധ്യതയില്ല, ശ്രീ PNC മേനോൻ. അപ്പോൾ അതേ നമുക്ക് വളരെ അടുപ്പുള്ള ആളാണ്. മാത്രമല്ല അതേ ഒരു നല്ല ബുദ്ധിമാനാണെന്ന് എനിക്ക് മനസ്സിലായി. എന്താ പറയുക കൃഷ്ണ, നമ്മൾ ഈ നെറ്റ്വർക്ക് തുടങ്ങാൻ സമയത്ത് കാര്യം നമ്മൾ നല്ല അത്യാവശ്യം സമ്പത്തൊക്കെ ഉള്ളവരുടെ ലിസ്റ്റ് എടുത്തപ്പോൾ അതിൽ ആദ്യത്തെ പേരുകാരനായിട്ട് PNC കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു PNC ഒന്ന് സമീപിച്ചു കളയാം. പിന്നീട് എനിക്ക് മനസ്സിലായ ബുദ്ധിയുള്ളവനാണെന്ന്. അപ്പൊ കാര്യം മനസ്സിലായി. പക്ഷെ ഇനിയിപ്പോ അല്ല, ഇപ്പൊ മാറിയിട്ടുണ്ട്. ഇപ്പൊ PNC ഞാൻ ഒരു വര കൂടെ വരും, ഒരു 1.5 വരെ. PNC താങ്ക് യു. അങ്ങയുടെ ഈ സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ അഭിമാനവും സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇവിടെ നമ്മൾ നേരത്തെ വന്നിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു. ഇങ്ങനെ ഒരു സംവിധാനം. നമ്മുടെ കുട്ടിസാർ എത്തിയോ സ്ഥലത്ത്? കുട്ടിസാർ വന്നിട്ടില്ല അല്ലേ? അപ്പൊ കുട്ടിസാർ നമ്മുടെ പ്രിയപ്പെട്ടവൻ. ഓക്കെ, നമുക്ക് അവിടെ കുട്ടിസാർ ഇവിടെ ഉണ്ട്, കാണാം. അപ്പോൾ ഞാൻ ഈ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ
ഇതേപോലെയുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ മയക്കുമരുന്നിന്റെ വ്യാപനം. ഒരുപക്ഷെ നിങ്ങൾ ഈ 13 കുട്ടികൾക്ക് ഒരു ടീച്ചർ എന്നുള്ള നിലയിലുള്ള അനുപാതം നിലനിൽക്കുന്നത് കൊണ്ട് കുട്ടികളെ വളരെ ക്ലോസ് ആയിട്ട് ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് അവസരം കിട്ടും. എന്നാൽ 40, 50, 60 കുട്ടികൾ ചില സ്വകാര്യ സ്ഥാപനങ്ങളൊക്കെ 100 പേരും 200 പേരും ഒക്കെ ഒരു ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ മൈക്ക് വെച്ച് പഠിപ്പിക്കുന്ന പള്ളിക്കൂടങ്ങളൊക്കെ ഉണ്ട്, സ്മാർട്ട് ക്ലാസ്സുകൾ എന്നൊക്കെയാണ് അവർ നമ്മോട് പറയുന്നത്. എന്നാൽ പോലും ഈ സ്മാർട്ട് ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളിൽ എത്ര പേരെ അവർക്ക് ശ്രദ്ധാപൂർവം നിരീക്ഷിക്കാൻ കഴിയും എന്ന് എനിക്ക് അറിയില്ല. കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും വലിയ ഒരു അപകടകരമായ സ്ഥിതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ രാസലഹരിയുടെ വ്യാപനം കേരളത്തിലെ ഒരു പഞ്ചായത്തിനും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഒന്നുകിൽ ലഹരിക്ക് അടിമപ്പെട്ട് കാണും, അല്ലെങ്കിൽ ലഹരിയോട് താല്പര്യമുള്ള അതിന്റെ പിന്നാമ്പുറങ്ങൾ ചുറ്റി നടക്കുന്നുണ്ടാവും, അതല്ലെങ്കിൽ ഏതോ ഒരു ലഹരി വ്യാപാരി ഈ ഗ്രാമത്തെ കണ്ണുവെച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള അപകടകരമായ സ്ഥിതിയുണ്ട്. മാത്രമല്ല നമ്മുടെ കുട്ടികൾ സുരക്ഷിതരാണ് എന്ന് മാതാപിതാക്കളും അധ്യാപകരും PTA ഒക്കെ ചിന്തിക്കുമ്പോൾ ഈ കുട്ടികളെ നേരിടാൻ ഈ സ്ഥാപനത്തിന് പുറത്ത് ഈ കൊലക്കത്തിയുമായി നടക്കുന്ന MDMA ലഹരിയിൽ പെട്ടുപോയ ആളുകളുണ്ട് എന്നുള്ളതും ഈ അമ്മമാർക്ക് വലിയ ഭീതി ഉണ്ടാക്കുന്നു. കുട്ടികൾ സ്കൂളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അമ്മമാർക്ക് ഇപ്പോൾ ആശങ്കയാണ്. കുട്ടികൾ മടങ്ങി വരുന്നത് വരെ വഴിക്കണ്ണുമായി ആശങ്കയോടെ കാത്തിരിക്കുന്ന ഒരു മാതാവിന്റെ ചിത്രം ഇന്ന് കേരളത്തിലെ എല്ലാ പ്രദേശത്തും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. അതുകൊണ്ട് ഈ മാരകമായ വിപത്ത് കേരളത്തിന്റെ മണ്ണിൽ നിന്ന് പേരോടെ പിഴുതെറിയാൻ വേണ്ടി ഞങ്ങൾ തിരുവനന്തപുരം നിന്ന് ആരംഭിച്ച ഒരു യാത്രയാണിത്. 30 ദിവസങ്ങൾ നീണ്ടുപോകുന്ന ഈ യാത്ര പാലക്കാട് കടക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് വേറൊരു ഊർജം നമുക്ക് ലഭിക്കുന്നുണ്ട്. അത്ര നല്ല പിന്തുണയാണ് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. വളരെ ഒരുപക്ഷെ ഏറ്റവും താങ്ക് യു ഏറ്റവും അപകടകരമായ സ്ഥിതിയിൽ നിന്ന് കേരളത്തെ മുക്തമാക്കണം. നമ്മുടെ ഈ സമ്പന്നമായ ഈ മണ്ണിൽ ഇത്തരം രാസലഹരിക്കാരുടെ സാന്നിധ്യം നമ്മൾ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് അരക്കെട്ട് ഉറപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ യാത്ര നടത്തുന്നത്. ഈ യാത്ര ഈ മാസം 20-ാം തീയതി കോഴിക്കോട് ബീച്ചിൽ സമാപിക്കും. കാപ്പാട് പോലെയുള്ള ചരിത്ര പ്രസിദ്ധമായ കടപ്പുറം ഉള്ള കോഴിക്കോട് വൈകുന്നേരം 4 മണിക്ക് ആരംഭിക്കുന്ന മഹാസമ്മേളനം ഒരു തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ നമ്മൾ വിളിച്ചു പറയും. അവസാന ലഹരിക്കാരൻ, പ്രത്യേകിച്ചും രാസലഹരിക്കാരൻ കേരളം വിട്ടുപോകണം. ഒരു MDMA-കാരനും ഒരു ഹൈബ്രിഡ് കഞ്ചാവുകാരനും ഒരു കൊക്കൈൻകാരനും കേരളത്തിൽ പ്രസക്തിയില്ല. നമ്മുടെ കുട്ടികളും പ്രത്യേകിച്ച് നമ്മുടെ പെൺകുട്ടികളെയൊക്കെ തന്നെ ഇതിൽ നിന്ന് മോചിപ്പിക്കാൻ കണ്ണും കാതും തുറന്ന് ജാഗ്രതയോടെ കരുതലോടെ ഞങ്ങൾ വലിയൊരു സംഘം കേരളത്തിൽ കാത്തിരിപ്പുണ്ട്. എല്ലാ കഴുകന്മാരും കേരളം വിട്ടുപോകണം എന്ന് നമ്മൾ വിളിച്ചു പറയും. അതിൽ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, കക്ഷി രാഷ്ട്രീയ ചിന്തയില്ല, സാംസ്കാരിക വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മളെല്ലാവരും കോഴിക്കോട് കടപ്പുറത്ത് ഏതാണ്ട് ഒരു 3-4 മണിക്കൂർ. അന്ന് നമ്മൾ വേറൊരു കാര്യം കൂടെ പ്രഖ്യാപിക്കുന്നുണ്ട്. പീപ്പിൾസ് ഓർക്കസ്ട്ര അല്ലെ പീപ്പിൾസ് ഗാനമേള എന്നൊരു പരിപാടി കൂടിയുണ്ട്. ആദ്യത്തെ 2 മണിക്കൂർ ഇതിന്റെ അപകടം നമ്മൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ആർക്കും കയറി പാടാൻ പറ്റുന്ന പീപ്പിൾസ് ഗാനമേള എന്നൊരു പരിപാടി കൂടി സംഘടിപ്പിക്കും. മ്യൂസിക്കാണ് ലഹരി, അതുപോലെ സ്പോർട്സ് ആണ് ലഹരി, ഫുട്ബോൾ ആണ് ലഹരി, ഇതൊക്കെ നമ്മൾ പറയും. അന്ന് അവിടെ നടക്കുന്ന മ്യൂസിക് തെറാപ്പി, അതായത് പാട്ട് പാടാൻ അറിയാവുന്നവർക്കും ചിലപ്പോഴൊക്കെ പാടാൻ അറിയാത്തവർക്കും പാടാൻ പറ്റുന്ന ഒരു സാഹചര്യം കോഴിക്കോട് കടപ്പുറത്ത് നമ്മൾ ഉണ്ടാക്കും. 1 ലക്ഷത്തിലധികം ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കും. ഒരു സാധാരണ കക്ഷി രാഷ്ട്രീയക്കാരൊക്കെ ഇത്തരം ശക്തി പ്രകടനം നടത്തുമ്പോൾ ലോറിയിൽ വണ്ടിക്കടിച്ച് ആളെ കൊണ്ടിറക്കുകയാണ് ചെയ്യുന്നത്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു 100 പേരെ തികച്ചൊരു സ്ഥലത്ത് ഇപ്പോൾ കിട്ടുക എന്ന് വെച്ചാൽ വലിയ പാടാണ്. ഇവിടെ ഇത്രയും പേര് വന്നതിലൊക്കെ വലിയ അത്ഭുതമാണ്. എന്നാൽ ഒന്നും പറയാതെ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന അപകടത്തിന്റെ വ്യാപ്തിയും തീവ്രതയും മനസ്സിലാക്കിയ നമ്മുടെ ആളുകൾ തന്നെ വോളണ്ടറി ആയിട്ട് കോഴിക്കോട് കടപ്പുറത്ത് 20-ാം തീയതി എത്തിച്ചേരുക. അവിടെ നമ്മൾ അണിചേരുക. നമ്മുടെ സംഘബലം കണ്ട് ഈ മാഫിയ സംഘത്തിന്റെ അവസാനത്തെ വേരറുത്ത് വീഴ്ത്താൻ നമുക്ക് കഴിയുമെന്ന് മാഫിയ സംഘങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ശക്തി പ്രകടനമായിരിക്കും നടക്കുക. വൈകുന്നേരം 4 മണിക്ക് ഈ നമ്മൾ ഒരുപക്ഷെ ഇരമ്പിയാർക്കുന്ന കടലിന്റെ ആവേശത്തിൽ നമ്മൾ വിളിച്ചു പറയുന്ന ഈ വാക്കുകൾ കേട്ട് ആളുകൾ ഇവിടെ കടന്നു പോകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. ആഷ്മി, അപ്പൊ അത് തന്നെയാണ് പറയാനുള്ളത്. നമ്മൾ കഴിഞ്ഞ മാസം 16-ാം തുടങ്ങിയതാണ്. ഈ ദിവസങ്ങളിൽ 8 ജില്ലകൾ പൂർത്തിയാക്കി 9ാമത്തെ ജില്ലയിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. വലിയ സ്വീകരണം എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും അമ്മമാരുടെയും എല്ലാവരുടെയും ബഹുജനങ്ങളുടെ വലിയ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് മാത്രമല്ല അത് ഉറപ്പായി അല്ല നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ വലിയ സ്വീകരണം അത്ര ആവശ്യമില്ലതാനും. ഈ പ്രശ്നം ഇതായപ്പോ എല്ലാവർക്കും ആശങ്കയുണ്ട്. മാത്രമല്ല നീയെങ്കിലും ഇറങ്ങിയല്ലോ എന്നൊരു ആശങ്ക കേൾക്കാൻ ആരിലും വന്നല്ലോ ആ ലൈൻ. മാത്രമല്ല സാധാരണ ഇപ്പൊ നമ്മൾ ഈ ചില ആൾക്കാരൊക്കെ എന്നോട് പറഞ്ഞു കാശ്മി, അതായത് ചിലപ്പോൾ നിങ്ങളുടെ ഈ മാഫിയ സംഘത്തിന് കലിപ്പുണ്ടായിട്ട് ചിലപ്പോൾ ഈ ഭക്ഷണത്തിലൊക്കെ വല്ല മായം വല്ലതും കലർത്തി നിങ്ങളെ ചിലപ്പോൾ ശരിയാക്കാൻ അവർ തീരുമാനിക്കും. ഞാൻ പറഞ്ഞ ആ ബുദ്ധി എന്നോട് നടക്കത്തില്ല. കാരണം എന്റെ കൂടെ നടക്കുന്ന മേക്കന്മാരുണ്ട് ഷാജി, ഞാൻ ഷാജി കൊടുത്തേ ഞാൻ കഴിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ബുദ്ധി വേണ്ടെന്ന് പറഞ്ഞു. ആദ്യം ഞാൻ കഴിക്കില്ല. കാര്യം ഇവിടെ ഇപ്പം നമ്മൾ ഈ ഉപഗ്രഹത്തിൽ ഇരുന്നിട്ട് അവർ നിരീക്ഷിക്കുന്നുണ്ടാവും. താൻസാനിയ പോലുള്ള രാജ്യങ്ങളിൽ ഇരുന്ന് ഇവനൊരു പണി കൊടുക്കണം എന്ന് തോന്നുന്നു. താൻസാനിയ
നിന്നെ ഞങ്ങൾ കണ്ടോളാം. ഓക്കെ ദാസ്കൻ ഇവിടെ ഇവിടെ നമ്മളിവിടെ ഓക്കെ. അപ്പൊ സന്തോഷം. നിങ്ങളുടെ മുഴുവൻ പേര് എങ്ങനെയാണ്? ഡോക്ടർ ഗംഗാധരൻ. ഞാൻ ട്രസ്റ്റിന്റെ എഡ്യൂക്കേഷൻ ഡയറക്ടറാണ്. ശ്രീകുറുമ്പ ഇവിടെ സ്കൂളുകളുടെ ഡയറക്ടറാണ്, എഡ്യൂക്കേഷൻ ഡയറക്ടർ. സ്കൂൾ എങ്ങനെ പോകുന്നു? സ്കൂൾ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. സമൂഹമായിട്ട് സംവദിക്കുന്ന ഒരു സ്കൂൾ ഞങ്ങളുടെ അത്. അല്ല, ഞങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം, നമ്മളൊരു സ്പെസിഫിക് ഉദ്ദേശമായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ഇത്തരം ലഹരികളിലൊന്നും നമ്മുടെ ഒരു കുട്ടിയും വീഴാതിരിക്കാൻ നമ്മൾ എന്ത് കരുതലാണ് എടുത്തിരിക്കുന്നത്? സാർ നേരത്തെ പറഞ്ഞത് മാതിരി ഞങ്ങൾക്ക് അധികം ടീച്ചർമാരും കുറച്ച് കുട്ടികളുമാണ്. അതുകൊണ്ട് തന്നെ ഓരോ കുട്ടിയിലേക്കും എത്താൻ പറ്റുന്നുണ്ട്. അഫോർഡബിൾ ആക്കുന്നതാണ് PNSMന്റെ തന്ത്രം. ശോഭ അക്കാദമി എന്ന് പറയുന്നത് രാജ്യത്തിന്റെ മോഡലാണ് ഈ രീതിയിലും. ഇത് വെറും സ്കൂളല്ല, രാഷ്ട്രത്തെ നിർമ്മിക്കുന്ന സ്കൂൾ കൂടിയാണ് ഭാവിയിലേക്കുള്ള പ്രിക്കോഷൻ. ഞങ്ങള് സമഗ്രമായിട്ട് ഒരു കുട്ടിയുടെ പൂർണ്ണ ചിത്രത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അത് ആ മലയിൽ ചാടിപ്പാൻ പറ്റത്തില്ല എന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. സീനിയർ മാനേജർ പരമേശ്വരൻ, സീനിയർ മാനേജർ. അപ്പൊ നമുക്ക് അറിയേണ്ട ഒരു കാര്യം, നമ്മളെന്തറിയോ, ഇപ്പൊ നമുക്ക് ഒരു സ്ഥാപനവും ഇതിന് അദ്ദേഹം പറഞ്ഞതാണ്, ഒരു സ്ഥാപനവും, കാരണം ഈ പുറത്ത് നിൽക്കുന്ന ശക്തികൾ അത്ര കരുത്തരാ. അപ്പൊ അത് ഒരു ക്യാമ്പസിൽ അപരിചിതമായി ഇപ്പൊ മിഠായി കൊടുത്തൊക്കെയാ കുട്ടികളെ സ്വാധീനിക്കുന്നത്. കൂളെന്നൊക്കെ പറയും മിഠായി ഇറങ്ങി, കൂള്, ചോക്ലേറ്റ്. അപ്പൊ ഇതിലൊക്കെ ലഹരി കയറ്റിയിട്ട് വരും ദിവസങ്ങളിൽ അവർ അഡിക്റ്റായി മാറും. 5-6 തവണ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കൈവിട്ട് പോയല്ലോ. അപ്പൊ എന്താണ് നമ്മുടെ പ്രിക്കോഷൻ? കാരണം ഇതൊരു മോഡൽ സ്കൂളാണെന്ന് എനിക്കറിയാം. ഇതേപോലെ നമ്മുടെ നാട്ടിൽ ഞാൻ ഈ സ്കൂളിനെ കുറിച്ചൊക്കെ പറഞ്ഞ പല ആൾക്കാരും പറഞ്ഞു PNC ഞങ്ങളുടെ നാട്ടിൽ ജനിച്ചിരുന്നെങ്കിൽ എന്ന്. കാര്യം ഈ നാട് യഥാർത്ഥത്തിൽ അങ്ങനെ എന്തെല്ലാം ചെയ്തിട്ടുണ്ട്. ഈ നാട്ടിൽ സ്വന്തം പിറന്ന മണ്ണിലൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഞാനൊരു ഈ അടുത്തിടയ്ക്ക് കേരള കോളേജിൽ പോയി കേട്ടോ. കോളേജിൽ പോയി അവിടെ കെട്ടിടങ്ങളൊക്കെ ഇടിഞ്ഞ്, പഴയ കോളേജല്ലേ. അപ്പൊ നമ്മളവിടെ ഞാനും ഡ്രോപ്പ് ഔട്ടാ, PNC അവിടെ നിന്ന് ഡ്രോപ്പ് ഔട്ടാ. അതേ വിദ്യാർത്ഥിയായി ഡ്രോപ്പ് ഔട്ടാ, ഞാൻ മാഷായി ഡ്രോപ്പ് ഔട്ടാ. അപ്പൊ ഈ ഡ്രോപ്പ് ഔട്ടായ ഒരാളെ കണ്ടുപിടിച്ചാൽ ഇത് കെട്ടിടമൊക്കെ കെട്ടിത്തരും, PNC പിടിച്ചോളാൻ പറഞ്ഞു. അവിടെ എത്തിയെന്ന് അറിയത്തില്ല. എനിക്ക് ഒന്ന് പ്രസക്തമാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് ഒരു വില്ലേജ് ശരിയാക്കാൻ പറ്റും. എന്നെ പോലെ ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. ഞാൻ ഇവിടെ എല്ലാവർക്കും, കുറച്ച് ആളുകൾക്ക് എല്ലാം വേണ്ടി ചെയ്യുന്നു. എല്ലാവർക്കും കുറേശ്ശെ കൊടുത്ത് എല്ലാവരെയും അതിർത്തിലാക്കുന്നതല്ല എന്റെ ഉത്തരവാദിത്വം. അതാണ് ശോഭയുടെ ശൈലി. അതെ. അതുപോലെ തന്നെ 3 പഞ്ചായത്ത് പൂർണ്ണമായിട്ടും ഇങ്ങനെ ഏറ്റെടുത്തിട്ട് അതിലാണ് നമ്മൾ എല്ലാ എഫേർട്സും നമ്മൾ എടുക്കുന്നത്. അപ്പൊ തന്നെ നമുക്കൊരു ലിമിറ്റഡ് പോപ്പുലേഷൻ ആയതുകൊണ്ട് നമുക്ക് മാനേജ് ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ സാർ പറഞ്ഞതുപോലെ നമുക്ക് ഇപ്പോൾ നമ്മുടെ അഡ്മിഷൻ പ്രോസസ്സ് മുതൽ നമ്മുടെ ഈ ലഹരിക്ക് എതിരായിട്ടുള്ളത് നമ്മൾ തുടങ്ങുകയാണ്. ആൽക്കഹോളിസം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അവിടുന്ന് തുടങ്ങുകയാണ് നമ്മുടെ പ്രോസസ്സ്. അതുപോലെ തന്നെ ഇവർക്ക് ഓരോ കുട്ടികൾക്കും അവരുടെ മെന്റർഷിപ്പ് പ്രോഗ്രാംസ് ഉണ്ട്. അതുപോലുള്ള പ്രോഗ്രാമുകളിലൂടെ അവർക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടാവും. ആൽക്കഹോൾ കഴിക്കുന്നവരുടെ എണ്ണം വളരെ കുറഞ്ഞായിട്ട് ഞങ്ങൾക്ക് പറയാൻ പറ്റും. കുറഞ്ഞിട്ടുണ്ടല്ലേ? അപ്പൊ ഇവിടെ നമുക്കൊരു ഇടവേളയ്ക്ക് പോകുന്ന സമയം, പക്ഷെ എന്തായാലും മോളെന്തൊരു പാട്ട് പാടാതെ നിൽക്കല്ലേ? അപ്പൊ പാടുമോളെ, പാട്. ആരാ ലീഡ് സിംഗർ? ലീഡ് സിംഗർ അങ്ങനെയൊന്നുമില്ല, എല്ലാം ലീഡാണ്. പറഞ്ഞു. ഇത്തിരി പോന്ന കോലായിൻ മൂലയിൽ കുഞ്ഞു മണ്ണെണ്ണ വിളക്കിന്നാളവുമായി രാത്രിയുടെ അന്ത്യയാമങ്ങളിലും വഴിക്കണ്ണുമായി ഒരമ്മയിരിക്കുന്നു. ഇവിടെ ഈ അമ്മ ഇരിക്കുന്നതാണ് കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. പുറത്തിറങ്ങിപ്പോയ കുട്ടികൾ ഏത് നിലയിൽ തിരിച്ചു വരുമെന്നുള്ള ടെൻഷൻ. മോള് പറഞ്ഞത് വലിയ ലോക സത്യമാണ് കേട്ടോ. നന്നായി മോളെ. മോളുടെ പേരെന്താ പറഞ്ഞേ? ശ്രീബാല. ശ്രീബാല പറഞ്ഞത് ലോകം ശ്രദ്ധിച്ചു കേട്ടോ. ഓക്കെ. അപ്പൊ വഴിക്കണ്ണുമായിരിക്കുന്ന അമ്മയ്ക്ക് ഉത്കണ്ഠയുടെ ആദി, മാത്രമല്ല നെഞ്ചിൽ തീയാറുന്ന ഫീലിംഗ്. അപ്പൊ ഈ അമ്മയുടെ കണ്ണുനീരിന് അവസാനം ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ നടത്തുന്ന ഒരു യാത്രയാണ് ഇപ്പോൾ പാലക്കാട് വടക്കഞ്ചേരി ഈ ശോഭ അക്കാദമി. അല്ല, ഈ സ്ഥലത്തിന്റെ പ്രത്യേകത പന്നിയങ്കര മറക്കത്തല്ല. കാര്യം അയലത്തുകാരൻ ടോൾ അടിച്ച സ്ഥലമാണ്. ടോളുകാരൻ അവിടെ നോക്കി ആ വീട് കാണാം. അവർക്ക് ടോൾ അടിച്ചു കൊടുത്ത് പരിപാടിയാണ്. ഓക്കെ, റെഡി. അപ്പൊ ഈ മോന്റെ പേര്? മോനെ എന്താ, ഏതിലാണ് പഠിക്കുന്നത് മോൻ? ഞാൻ +2ലേക്കാണ്. GHS കിഴക്കഞ്ചേരിയിലാണ് പഠിക്കുന്നത്. ഓക്കെ. മോനെ ജീവിതമൊക്കെ കുഴപ്പമില്ല പോകുന്നുണ്ടോ? ഈ സ്കൂളിലെല്ലാം മോന്റെ
സ്കൂളിൽ ഹാപ്പി അല്ലേ മോൻ? ടീച്ചേഴ്സും നോക്കുന്നില്ല മോൻ പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല. ഓക്കെ അല്ലേ? എല്ലാം മിടുക്കനായിട്ടിരിക്കാം കേട്ടോ. നമ്മളൊക്കെ ഉണ്ട്. കറക്റ്റ്. ഓക്കെ, നമ്മളൊരു ഒരു പടം കൂടെ എടുക്കാം. മോൻ ചിരിക്കരുതേ. ഓക്കെ, റെഡി കുട്ടാ? ഓക്കെ. അപ്പൊ നമുക്കിനി എന്തോ കുറച്ച് തൊഴിലാളികൾ നമ്മളെ കാണാൻ. ശോഭയല്ലേ? ഓ, നിങ്ങൾ വന്നല്ലേ? ഓക്കെ. എന്തൊക്കെയാ അമ്മച്ചി വിശേഷങ്ങള്? സുഖല്ലേ? ജീവിതമൊക്കെ എങ്ങനെ പോന്നു? എന്താ പേര്? കുറച്ചൊരു ഓടി കണ്ടില്ലാത്തല്ലേ? വളരെ മോശമായി. പാലക്കാട്ടുകാർക്ക് പറ്റിയ പരിപാടിയല്ല കേട്ടോ അല്ലേ? ഇതെല്ലാം കുഴപ്പമില്ല. ഈ ശോഭ അക്കാഡമിയിൽ നിങ്ങളെല്ലാം സുരക്ഷിതരാണല്ലോ. ഓക്കെ, സന്തോഷം. നിങ്ങളുടെ കണ്ണ് നനയാനൊന്നും മേനോൻ സാർ സമ്മതിക്കുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്കിനി എല്ലാവരും ഒന്നിച്ചൊരു നടത്തണമെന്നല്ലോ. ലഹരിക്കെതിരായിട്ട് ടീച്ചേഴ്സേ വരൂ ടീച്ചേഴ്സ്. നമുക്ക് ഒന്നിച്ച് എന്ത് പറ്റി വരൂ ടീച്ചേഴ്സ്. കുട്ടികളെല്ലാം വരൂ. നമ്മളിനി ഒന്നിച്ച് നടക്കുകയാണ്. നമ്മുടെ ഈ ഒന്നിച്ചുള്ള നടപ്പിന് ഒറ്റ ലക്ഷ്യമുള്ളൂ. എന്നെ പോലെ ഇരിക്കുന്നല്ലോ അശ്വിനി. പ്രയത്നത്തിന് എല്ലാവിധ ആശംസകളും. സന്തോഷം. സംഭവം രസമായിട്ട് ഇതുപോലെ ആശ്മി നൃശ്യം കൂടെ കൊടുക്കണേ അല്ലേ? അവർക്ക് അടുത്താണ് അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ഒന്നിച്ച് നടന്നല്ലോ. നമ്മൾ ഇവരെല്ലാരും നടക്കുന്ന ചില ദൃശ്യം നമ്മുടെ ഈ നടപ്പ് വെറുതെ ആകില്ല. നമ്മുടെ ഈ നടപ്പ് കോഴിക്കോട് ബീച്ചിൽ അവസാനിക്കുമ്പോൾ നമ്മൾ ലോകത്തോട് അക്കാര്യം വിളിച്ചു പറയും. അപ്പൊ കുട്ടികൾ എല്ലാവരും അണിചേർന്നുള്ളൂ. വരൂ ടീച്ചറും വരൂ. കണ്ട നമ്മളിനി ഈ സ്കൂളിൽ തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നു. നമ്മളിപ്പോ ഈ ദണ്ഡി യാത്രയ്ക്ക് ഗാന്ധിജി നടന്നോളത്തിൽ സ്പീഡ് കൂട്ടിയാലോ? എനിക്ക് തോന്നുന്നു നമ്മുടെ സ്പീഡ്. അഭിലാഷ് വേണമെങ്കിൽ സ്പീഡ് കൂട്ടിക്കോളൂ. ഒത്തിരി വേഗം നടന്നോളൂ അഭിലാഷ്. ഡ്രോണൊക്കെ വേഗം പൊക്കോളൂ. നമ്മൾ വേഗം നടക്ക്. ഇവർക്ക് സ്പീഡില്ലല്ലോ കേട്ടോ. അക്കാഡമിക്ക് സ്പീഡില്ല കേട്ടോ. ഓക്കെ, വേഗം ഓടി നിൽക്കുക. നമ്മളിവിടെ കടക്കുമ്പോ ഒരു പേര് നമ്മളെ വല്ലാണ്ട് ഹോണ്ട് ചെയ്യും. ശോഭ. മേനോൻ സാറിന്റെ ഭാര്യയുടെ പേരാണ് ശോഭ. അപ്പൊ ഞാന് ദുബായിൽ ഒരു ദിവസം നമ്മൾ മറ്റേ കാര്യം ആ കാര്യത്തിന് അവിടെ എത്തിയപ്പോഴ് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചായിരുന്നു. ആ ശോഭ എന്ന് പറയുന്ന എനിക്കൊന്ന് ഈ ശോഭ എന്നുള്ള പേര് ഇന്ത്യയിൽ എത്ര ആൾക്കാർ ഉച്ചരിക്കുന്നുണ്ടാവും, ദുബായിലും മിഡിൽ ഈസ്റ്റിലും ഒക്കെ. അപ്പൊ ആ കൈകൾ കൊണ്ട് നല്ല ഭക്ഷണം വിളമ്പി തന്നു. ആഷ്മിനി ദുബായി പോകുമ്പോ ഒരു ഇല ബുക്ക് ചെയ്ത് തരും. കൃഷ്ണയ്ക്ക് ഒരു ബാധകം. അപ്പൊ ശോഭാജി നമ്മൾ ഓർമ്മിക്കുന്നു. അതുപോലെ തന്നെ PNC മേനോൻ സാറിനെ നമ്മൾ ഓർമ്മിക്കുന്നു. PNC മേനോൻ സാർ ഒരു ക്വാളിറ്റിയുള്ള ബിൽഡറിനപ്പുറം ഈ ബിൽഡിങ്ങിനകത്ത് തന്നെ മൊറാലിറ്റി കൊണ്ടുവന്ന ആളാണ്. നെറിയും കുറിയുള്ള ജെന്റിൽമാനാണ്. ഓക്കെ, സന്തോഷം. അപ്പൊ എല്ലാം നന്നായില്ലേ? അടിപൊളിയാ കാര്യം. അപ്പൊ നമ്മൾ ഈ മദ്യം മയക്കുമരുന്ന് ഇതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു ചിന്ത എങ്ങനെയാ? ഇല്ല, ആക്ച്വലി ഇപ്പോൾ ലഹരിൻ്റെ ഉപയോഗങ്ങൾ കൂടുതൽ കണ്ടുവരുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സോ എന്തായാലും ഇപ്പം നമ്മൾ കുട്ടികളെ തന്നെ മുൻകൈ, ഇപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഒരു ബോധവൽക്കരണം കൊണ്ടുവരുമ്പോൾ കുട്ടികളെ തന്നെ ഇതുപോലെ മുൻകൈ എടുത്തിട്ട് എന്താണ് ഈ സൊസൈറ്റിക്ക് ഇനി മുതലൊക്കെ നമ്മൾ കൊടുക്കേണ്ടത്, അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് കടന്നു പോകട്ടെ. മാധ്യമ ചരിത്രത്തിൽ ആദ്യമാണ് ഒരു വ്യക്തി താങ്കളെ പോലെ ഇങ്ങനെ തിരുവനന്തപുരം കോഴിക്കോട് വരെ യാത്ര ചെയ്തൊരു സന്ദേശം ജനങ്ങൾ. ഞാൻ ചോദിക്കാൻ തുടങ്ങിയ ബാക്കി സ്ഥലം മോൻ നടക്കുമെന്ന്. താങ്കളുടെ ഈ സന്ദേശം സമൂഹത്തിൽ വളരെ ശക്തവും ദൃഢവും വ്യക്തമായ രീതിയിൽ സമൂഹത്തിൽ എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മോന്റെ പേരെന്താ? പറഞ്ഞു. ഉമാദേവി. അല്ല, വടക്കഞ്ചേരി മേഖല ഇപ്പോഴും എക്സൈസ് നമുക്ക് വാണിംഗ് തരാറുള്ളത് ഏറ്റവും കൂടുതലായിട്ട് കേരളത്തില് മയക്കുമരുന്നിന്റെ വ്യാപനമുള്ള ഒരു സ്ഥലമാണ്. നമ്മുടെ കുട്ടികളെ അതൊന്ന് രക്ഷിക്കാൻ ഞങ്ങളുടെ മാക്സിമം ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോ വളരെ വേഗം നടന്നു കഴിഞ്ഞാൽ നമ്മളിനി ഒരാളെ കണ്ടുപിടിക്കാണ്ട് സർ, നമ്മള് ശ്രീവിദ്യ സർ, നമ്മള് പാരന്റ്സും സർ പാരന്റ്സും ടീച്ചേഴ്സും കൂടെ നിന്നാൽ നമുക്ക് നമ്മുടെ കുട്ടികളെ രക്ഷിക്കാം. ഏതെന്നും രക്ഷിക്കാം. നല്ല വഴി കൂടി നമ്മൾ അവരെ പറഞ്ഞു കൊടുത്താൽ രക്ഷിക്കാം. നല്ല വിശേഷം. ഇവിടെ അടുത്ത് തന്നെയാണ് വടക്കഞ്ചേരി. 16 years. അപ്പൊ ജീവിതമൊക്കെ സന്തോഷമായിട്ട് പോകുന്നുണ്ടല്ലോ? പൂർണ്ണ സന്തോഷം. ഓക്കെ, അപ്പൊ കുട്ടികൾ കുറഞ്ഞു ക്ലാസ്സിൽ കൊണ്ട് കുഴപ്പമല്ലോ ഉണ്ടോ? കുറഞ്ഞില്ലല്ലോ. അല്ല, 13 കുട്ടികളെ ഉള്ളെന്ന് പറഞ്ഞു. 13 വിദ്യാർത്ഥികൾക്ക് ഒരു. അതുകൊണ്ട് വിഷമം വല്ലതും ഉണ്ടോന്ന് ചോദിക്കുക. വലിയൊരു പാരാവാരത്തെ നമ്മൾ അഡ്രസ് ചെയ്ത് പരിചയപ്പെട്ടിട്ട് ഇവിടെ വരും 13 കുട്ടികളെ ഉള്ളൂ. അങ്ങനെ ടെൻഷൻ ഉണ്ടോ? ഓക്കെ, അതിന്റെ നേട്ടം എന്തുവാ? ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കാൻ പറ്റും കൂടുതലായിട്ട്. ഓക്കെ, അപ്പൊ ടീച്ചറെ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? നിങ്ങളെയൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുമ്പോൾ വളരെ സന്തോഷം.
എന്താ മകളെ? ഞങ്ങൾക്ക് ഒരു ഒറ്റ വാഗ്ദാനം തരാനുണ്ട് സമൂഹത്തോട്. ഞങ്ങൾ ഒരു തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയില്ല. ഒന്നുകൂടെ പറഞ്ഞു. ഞങ്ങൾക്ക് ഒരു വാഗ്ദാനം സമൂഹത്തോട് നൽകാനുള്ളൂ. ഞങ്ങൾ ഒരു തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയില്ല, ഉപയോഗിക്കാൻ സമ്മതിക്കുകയില്ല. മോന്റെ പേരെന്താ? മോന്റെ പേര് ആരുഷ്. എല്ലാവർക്കും വേണ്ടി മക്കളെ പറഞ്ഞിരിക്കുകയാണ്. ഇവർക്കൊരു ഒന്നുകൂടെ വേണേ ഉറക്കെ പറഞ്ഞു. ഒറ്റ ശബ്ദത്തില് ഞങ്ങൾക്ക് ഒരൊറ്റ വാഗ്ദാനം സമൂഹത്തിന് നൽകുവാനുള്ളൂ. ഞങ്ങൾ ഒരു തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയില്ല, ഉപയോഗിക്കാൻ സമ്മതിക്കുകയില്ല. കൈയടിച്ചോളൂ എല്ലാരും. അപ്പൊ ഈ വാചകം എല്ലാരും കൂടെ ഒന്ന് ആവർത്തിക്കുന്നു അല്ലേ? ഏതാ വാചകം എന്ന് പറഞ്ഞേര്. ഞങ്ങളൊരു വാഗ്ദാനം സമൂഹത്തിനോട് നൽകുന്നു. ഞങ്ങൾ ഒരു തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയുമില്ല. ഞാൻ ഒരു തരത്തിലുള്ള ലഹരി പദാർത്ഥം ഉപയോഗിക്കുകയുമില്ല, ഉപയോഗിക്കാൻ സമ്മതിക്കുകയില്ല. ഇത് സത്യം. ഇനി എങ്ങാനും മാറിയാല് ഓക്കെ റെഡി. അപ്പൊ നന്നായി അല്ലേ ടീച്ചറെ? എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? ടീച്ചറിന് ചെവിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. ഓക്കെ സുഖല്ലേ? ഓക്കെ നിങ്ങളെല്ലാവരും സുഖല്ലേ? ടീച്ചറിന്റെ വീട് എവിടെയാ? എന്റെ വീട് ഒറ്റപ്പാലാണ്. ഒറ്റപ്പാലം. ഞാൻ ഇവിടെ ഹിന്ദി പഠിപ്പിക്കുന്നു. हिंदी में बात करूंगी, बात कर रहे हो? बहुत अच्छे से बात कर सकती हूँ. ठीक है കഴിഞ്ഞു. ഓക്കെ ടീച്ചറെ ഇവിടെ കുട്ടികളൊക്കെ പൊതുവെ എങ്ങനെയാ? നല്ല കുട്ടികളാണ്. നമ്മളെ ചേർത്തി പിടിച്ചാൽ അവര് നമ്മുടെ ഒപ്പം നിൽക്കണ മക്കളാണ്. അവര് നമ്മളെന്ന് വെച്ചാൽ ആസ് എ പാരന്റ് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കേണ്ടത് അവരെ നമ്മൾ ചേർത്തി പിടിക്കുക, അവർക്ക് നന്മയും പറഞ്ഞു കൊടുക്കുക, തിന്മയും പറഞ്ഞു കൊടുക്കുക. അതെ, അതന്നെ. ഓ പറയാം. ഒറ്റപ്പാലം ചങ്കുത്തൂർക്കാവിന്റെ അവിടെ. ഓക്കെ റെഡി. അപ്പൊ നമ്മള് എന്താ ടീച്ചറോട് ഒരു കാര്യം പറഞ്ഞാൽ മയക്കുമരുന്നിനെതിരായിട്ടുള്ള ടീച്ചറിന്റെ ശബ്ദം വളരെ റെലവന്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പൊ നമ്മൾ അതിനെ എതിർത്ത് മുന്നോട്ട് പോവാന്നുള്ളതാണ്. മോനെ സുഖാണോ? സുഖാണല്ലോ, നിങ്ങൾക്കെല്ലാം സുഖല്ലേ? നമ്മൾ നിൽക്കുന്നത് പന്നിയങ്കര ശോഭ അക്കാദമിയിലാണ്. PNC മേനോൻ സ്ഥാപിച്ച സ്കൂളാണിത്. ഈ സ്കൂള് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സ്കൂളാണ്. അപ്പോൾ നിങ്ങൾ കാണുന്നത് VPS ലേക്ക് ഷോർ പ്രസൻസ് SKN40 പാലക്കാട് ജില്ലയിൽ തുടരുന്നു. അതെ, കോ പ്രസിഡന്റ് ബൈ ലുലു ഗ്രൂപ്പ് ഇന്ത്യ, ഉജാല ഫാബ്രിക് കണ്ടീഷണർ, കോ പവർഡ് MyG ഫ്യൂച്ചർ, സൈലം ലേണിംഗ് ആപ്പ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ്, ലക്ഷ്യ, ലീല റാവിസ്. അങ്ങനെ നമ്മുടെ ഈ യാത്രയെ ഒരുപാട് പേര് സഹായിക്കുന്നുണ്ട്. യാത്രക്കിടയിൽ നമ്മളും കുറെ ആൾക്കാരെ സഹായിക്കുന്നുണ്ട്. നമുക്ക് ഈ സഹായമായിട്ട് ഡോക്ടർ ഷംസീർ വൈലിൽ പോലെ, MA യൂസഫ് അലി പോലെ, അതുപോലെ MyG KK ഷാജി പോലെ കുറെ ആളുകൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. അവർക്കെല്ലാം ഒരു പ്രത്യേക നന്ദി, ഒരു ബിഗ് സല്യൂട്ട് ചെയ്യൂ. അപ്പൊ നമുക്കിനി നമുക്ക് പ്രതിജ്ഞയുടെ സമയമാണ്. അതൊരു മോൾ പാട്ട് പാടാം. ഒരു മോൾ എന്താ പാടുന്നു അല്ലേ? മോളെ ഓക്കെ മോളെ എന്താ പാടിക്കോ. Every night in my dreams I see you, I feel you, that's how I know you go. ഗംഭീര മോളുടെ പേര് പറഞ്ഞേ. മിത്ര. ഓക്കെ. ഇനി ഒരു ഹിന്ദി പാട്ടിന്റെ ആരോ ഒരാളുണ്ടായിരുന്നു. കൈ അടിച്ചു കൊടുത്ത് ആരായിരുന്നു? 2 ലൈൻ കൊണ്ട് നിർത്തിക്കോണം, നമുക്ക് അവസാനിപ്പിക്കാൻ സമയമായി. പറഞ്ഞു. പാടിക്കോ. हो हाँ, मेरे सपनों की रानी कब आएगी तू, रुत मस्तानी कब आएगी तू, बीती जाए जिंदगानी कब आएगी तू, चलिया तू चलिया, मेरे सपनों की रानी कब आएगी तू, आए रुत मस्तानी कब आएगी तू, बीती जाए जिंदगानी कब आएगी तू, चलिया तू चलिया तू चलिया. ഗുഡ്. ഇനിയിപ്പോ നമ്മള് പ്രതിജ്ഞയുടെ സമയം. ഗുഡ് മോർണിംഗ് മക്കളെ. കുറച്ചുകൂടെ ശബ്ദത്തിൽ ഗുഡ് മോർണിംഗ് പറഞ്ഞേ. അപ്പൊ നമ്മുടെ ഗൗതമും ആരുഷും ഇവിടെ പറഞ്ഞ കാര്യം നമ്മളൊരു പ്രതിജ്ഞയുടെ രൂപത്തിൽ എടുക്കാൻ പോവുകയാണ്. എനിക്ക് നിങ്ങളോട് കൂടുതലൊന്നും പറയാനില്ല. ഞങ്ങൾ 3 പേരും ലഹരി ഉപയോഗിക്കുന്നില്ല, നിങ്ങളും ലഹരി ഉപയോഗിക്കാൻ പാടില്ല. നമ്മുടെ മമ്മൂക്ക പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് പറയണം ഒരു കുഞ്ഞു പോലും ലഹരി ഉപയോഗിക്കരുതെന്ന്. മമ്മൂക്ക പറഞ്ഞാൽ കേൾക്കുവോ? ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കുവോ? നമുക്ക് ആ പ്രതിജ്ഞയിലേക്ക് പോയാലോ? ഒരു ചോദ്യം ബാക്കിയുണ്ട്. മോഹൻലാൽ പറഞ്ഞാൽ കേൾക്കുവോ? ഓക്കെ. അപ്പം ലാലേട്ടൻ പറഞ്ഞാലും നമ്മുടെ മമ്മൂക്ക പറഞ്ഞാലും ഞങ്ങൾ പറഞ്ഞാലും നിങ്ങൾ കേൾക്കുന്ന നല്ല കുഞ്ഞുങ്ങളാണ്. സോ ലെറ്റ്സ് ഗോ ടു ദ പ്രതിജ്ഞ. കൈ മുന്നോട്ട് വെച്ച് നല്ല ഉറക്കെ പറഞ്ഞോണേ. എന്റെ കേരളം എനിക്കെന്നും അഭിമാനം. സമൂഹത്തിലെ ദുഷ്പ്രവണതകൾ എന്നെ
ആശങ്കപ്പെടുത്തുന്നു. മദ്യവും മയക്കുമരുന്നും കുട്ടികളെ പോലും ഇരയാക്കുന്നു. നിരപരാധികൾ ലഹരി വലയിൽ ബലിയാടാകുന്നു. ലഹരി മാഫിയയുടെ വ്യാപനം ഞാൻ അറിയുന്നു. പ്രത്യക്ഷമായോ പരോക്ഷമായോ ലഹരി പ്രോത്സാഹിപ്പിക്കില്ലെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. സമൂഹത്തെ മുറിവേൽപ്പിക്കുന്ന ലഹരി വ്യാപനം സർവശക്തിയുമെടുത്ത് തടയുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. ഗംഭീര ഒരു കൈ കൊടുത്തേ. ഓക്കെ, താങ്ക് യു. ഒരു നല്ലൊരു റിസപ്ഷൻ, നല്ല പ്രതികരണമുണ്ട്. മാത്രമല്ല ഇവിടെ ഒരാൾ അങ്ങനെ ഒരു ലഹരിക്ക് അടിമയായ ഒരാൾ ഉണ്ടാകരുത് എന്നവർ പറഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം. നമ്മൾ ഏപ്രിൽ 20-ാം തീയതി, അതായത് ഈ മാസം 20-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് കോഴിക്കോട് കടപ്പുറത്ത് നമ്മൾ ഒറ്റ ശബ്ദത്തിൽ ഒരു അലറിയടിക്കുന്ന സാഗരത്തിന്റെ കരുത്തിൽ നമ്മൾ വിളിച്ചു പറയും, ഒരു MDMA-കാരനും ഒരു രാസലഹരിക്കാരനും കേരളത്തിൽ വേണ്ട. അതിൽ നിങ്ങൾ അണിചേരാൻ നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുന്നു കോഴിക്കോട് കടപ്പുറത്തേക്ക്. അതായത് കാപ്പാട് ബീച്ചിനടുത്തുള്ള കടപ്പുറത്താണ് നമ്മൾ ഈ അലറി അടിക്കുന്ന ശബ്ദത്തിൽ ഇരമ്പുന്ന വേഗത്തിൽ നമ്മളിത് പറയാൻ പോകുന്നത്. അപ്പൊ നിങ്ങളെല്ലാവരെയും കോഴിക്കോടേക്ക് വിളിക്കുന്നു. 20-ാം തീയതി ഞായറാഴ്ചയാണ്, അന്ന് അവധി ദിവസമാണ്. വൈകുന്നേരം 4 മണിക്ക് നമുക്ക് സന്ധിക്കും വരെ വണക്കം. നമ്മൾ പുറത്തോട്ടിറങ്ങാം. അതെ നമുക്ക് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. അപ്പൊ നമ്മൾ നേരെ കൊച്ചിയിലേക്ക് പോവാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നു. ശോഭ അക്കാഡമിയിൽ വന്ന് നമുക്കൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയി. വലിയൊരു സ്ഥാപനമാണ്, മഹാസ്ഥാപനം. ഇവിടെ ധാർമ്മിക മൂല്യങ്ങൾ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ, അത് പ്രത്യക്ഷമായും പരോക്ഷമായും പഠിപ്പിക്കുന്നു.